ഗവർണറുടെ നിലപാട് നടപടികൾ ഇനി ഏത് തരത്തിലായിരിക്കുമെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ചന്തു, ഗുഡ് മോർണിംഗ്. കെ പി പറഞ്ഞതുപോലെ തന്നെ ഗവർണറുടെ നടപടിയാണ് ഇനി നിർണായകമാവുക. സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഇനി ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യം ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം സർവകലാശാല ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് VC-യെ മാറ്റി നിർത്തി പ്രോ VC ആയ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിലെത്തുന്നു. സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. അവിടെ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ആ പ്രമേയത്തിന്റെ മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറുന്നു. അപ്പോൾ ഈ നടപടി നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യമായിരിക്കും സ്വാഭാവികമായും ഇനി രാജ്ഭവൻ പരിശോധിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർ ഇന്ന് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് സർവകലാശാല VC-യെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് VC-യെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നിയമോപദേശവും തേടുന്ന കാര്യങ്ങളായിരിക്കും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ഗവർണർക്ക് ലഭിക്കുന്ന നിയമോപദേശം അനുസരിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ചു ചേർത്തി സെനറ്റ് യോഗം തന്നെ അസാധുവാക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം സർക്കാരിന് ഈ സർവകലാശാല VC-യുമായി ബന്ധപ്പെട്ട് അടിക്കടി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായി സർവകലാശാലകളിലെ VC നിയമനത്തെ കാണരുതെന്നും അത്തരത്തിൽ VC നിയമനത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തരുതെന്നും കോടതികൾ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സെനറ്റ് യോഗം വിളിക്കാൻ നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിൽ അവിടെയും മന്ത്രി എത്തുന്നു. മന്ത്രി എത്തി ഇത്തരത്തിൽ സർവകലാശാല നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സെനറ്റ് യോഗത്തിൽ പ്രമേയം പാസ്സാക്കുകയും അത് VC-യെ നൽകാനാകില്ല എന്ന നോമിനേറ്റ് ചെയ്യാനാകില്ല എന്ന ഒരു പ്രമേയം ഗവർണറെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവർണർ തീർച്ചയായും പരിശോധിക്കും. ഗവർണർ ഇനി എന്ത് നടപടി ഇതിൽ സ്വീകരിക്കുമെന്ന കാര്യം നിർണായകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ മന്ത്രിയുടെ നടപടി തന്നെ അസാധുവാക്കാനുള്ള സാഹചര്യവും ഉണ്ടായേക്കും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ VC രാജ്ഭവനിലെത്തി വിശദീകരണം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ നിയമോപദേശവും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ പി